വേണ്ട പോകരുതേ നാഥ നിൽക്കണമേ, തീർത്തു കൊള്ളാം ഞാൻ നല്ലൊരു പൂമണ്ഡപം, ഓ പൂമണ്ഡപം. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനം 29 അതിൻ്റെ 6 മുതലുള്ള വചനഭാഗങ്ങൾ നമുക്ക് വായിക്കാം. അവൻ അവയെ കാളക്കുട്ടിയെപ്പോലെയും ലബാനോനെയും സൂര്യനെയും കാട്ടുപോത്തിൻ കുട്ടിയെപ്പോലെയും തുള്ളിക്കുന്നു. യഹോവയുടെ ശബ്ദം അഗ്നിജാലയെ ചിഹ്നിക്കുന്നു. യഹോവയുടെ ശബ്ദം മരുഭൂമിയെ നടുക്കുന്നു. യഹോവ കാദേശ് മരുവിനെ നടക്കുന്നു. യഹോവയുടെ ശബ്ദം മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നു. അത് വനങ്ങളെ തോലുരിക്കുന്നു. അവൻ്റെ മന്ദിരത്തെ സകലവും മഹത്വമെന്ന് ചൊല്ലുന്നു. യഹോവ ജലപ്രളയത്തിന് മീതെ ഇരുന്ന് യഹോവ എന്നേക്കും രാജാവായിരിക്കുന്നു. യഹോവ തൻ്റെ ജനത്തിന് ശക്തി നൽകും. യഹോവ തൻ്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ദൈവ ശബ്ദം കേട്ട് അനുഗ്രഹം പ്രാപിക്കുവാൻ കർത്താവ് എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. ആ ദൈവശബ്ദം ഒന്ന് കേട്ടാൽ ഉറപ്പാ ദൈവമക്കളെ വിടുതൽ പ്രാപിക്കും. അവിടേക്ക് നമ്മളൊന്ന് മനസ്സ് വെച്ചൊന്ന് പ്രാർത്ഥിച്ചാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. ആമേ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവശബ്ദം കേൾക്കാൻ തക്കവണ്ണം നമ്മുടെ കാതുകളെ തുറക്കട്ടെ ദൈവം. ആമേ. ഹല്ലേലൂയ. ആ ശബ്ദം കേട്ടവർ തീർച്ചയായിട്ടും കർത്താവിന് വേണ്ടി ഇറങ്ങിയവർ, എൻ്റെ കർത്താവിന് വേണ്ടി നല്ല സാക്ഷികളായി തീർന്ന്, കർത്താവിന് വേണ്ടി മഹത്വമുള്ള ഉപകരണങ്ങളായി തീർന്ന്, യേശുവേ സ്തോത്രം, ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ഇടയാകുമെങ്കിൽ ഇത്രയും കാലം നമുക്കറിയാം, പൂർവ്വപിതാക്കന്മാർ മുതൽ അപ്പോസ്തലന്മാർ വരെ ദൈവശബ്ദം കേട്ടവർ ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചതുപോലെ ദൈവശബ്ദം കേട്ടുകൊണ്ട് യഹോവയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കർത്താവ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ഇതിൻ്റെ വചനഭാഗങ്ങൾ നമ്മൾ നോക്കിയാൽ 11-ാം വാക്യം പറയുന്നു, യഹോവ തൻ്റെ ജനത്തിന് ശക്തി നൽകും. വിശ്വാസത്തിൽ ഭംഗം വന്നിട്ടുള്ളവരെ, പ്രാർത്ഥനയ്ക്ക് കുറവ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, വചനം വായിക്കുന്നതിന് കുറവ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ആരാധനയ്ക്ക് പോകുന്നതിന് തടസ്സം വന്നിട്ടുണ്ടെന്ന് നിങ്ങളുടെ മനസ്സിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ, ഉറപ്പ് വന്നിട്ടുണ്ടെങ്കിൽ, എല്ലാം ദൈവസന്നിധിയിൽ നേരിട്ട് പറഞ്ഞു പ്രാർത്ഥിക്കണം. കർത്താവേ, നിൻ്റെ സന്നിധി വിട്ട് മനസ്സുകൊണ്ട് ഞാൻ ഒരുപാട് അകന്നുപോയി. എൻ്റെ കർത്താവിനെ ചേർത്ത് അനുഗ്രഹിക്കണമേ എന്നൊന്ന് അപേക്ഷിച്ചാൽ യാതൊരു ഉപാധികളും വ്യവസ്ഥകളും കൂടാതെ മടങ്ങി വരാൻ ആഗ്രഹിക്കുന്ന മക്കളെ ചേർത്ത് പിടിക്കുന്ന 2 കരം, അത് മാത്രമുള്ള ദൈവമക്കളെ. യോഗ്യത നോക്കി എല്ലാവരും വിളിക്കുമ്പോൾ ഒരു യോഗ്യതയില്ലാത്തവരെ വിളിക്കാൻ വന്നത് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് ആമേ സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ കർത്താവ് മാത്രം. ആ വിളി ഞാൻ കേട്ടു. സ്തോത്രം. ആ വിളി എൻ്റെ കർത്താവിൻ്റെ സന്നിധി 23 വയസ്സിൽ എനിക്ക് ആ വിളി കേൾക്കാനിട വന്നു. തകർന്നുടഞ്ഞ എൻ്റെ ജീവിതത്തിൽ ഈ 33 വർഷം കർത്താവ് എൻ്റെ വേണ്ട ചിന്തയാക്കി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് പറയട്ടെ, ഇനിയൊരിക്കലും രക്ഷപ്പെടത്തില്ല. ഇതിൽ നിന്ന് നമ്മളാരും മോചനം പ്രാപിക്കുകയില്ല. മക്കളെക്കുറിച്ചോ കുടുംബത്തെക്കുറിച്ചോ ജീവിത പങ്കാളിയെക്കുറിച്ചോ മാതാപിതാക്കളെക്കുറിച്ചോ സാമ്പത്തിക വിഷയത്തെ ഓർത്തോ ഏത് വിഷയത്തെ ചൊല്ലിയാണ് നിങ്ങൾ തളർന്നിരിക്കുന്നത്, ഒന്ന് പറയാം. അവിടെ ശബ്ദം ഒന്ന് കേൾക്കുവാൻ തക്കവണ്ണം മുഴങ്കാൽ മടക്കി നിന്നുകൊണ്ടൊന്ന് പ്രാർത്ഥിച്ചാൽ ആരും നമ്മുടെ സങ്കടം കേൾക്കാൻ ഉണ്ടായിരിക്കുകയില്ല, കേട്ടിട്ടില്ലായിരിക്കാം. നമ്മളൊരു സങ്കടം വന്ന് ഒന്ന് പറയാൻ തുടങ്ങുമ്പോഴേ വേണ്ട, എനിക്ക് കേൾക്കേണ്ട നിർത്തിയെന്ന് പറഞ്ഞിട്ടുള്ളവരെ ആയിരിക്കും നമ്മൾ കണ്ടിട്ടുള്ളത്. നമ്മുടെ കുറവവശങ്ങളും നിറക്കി വെച്ചാൽ, ഭാരങ്ങളും നിറക്കി വെച്ചാൽ ആശ്വസിപ്പിക്കും എന്ന് നമ്മൾ കരുതുന്നിടത്ത് അത് ഒരു പരിഹാസത്തിനും പ്രശ്നത്തിനും തുടക്കം കുറിക്കുമെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ ഏതവസ്ഥയിലാണ് കർത്താവിൻ്റെ അരികിലേക്ക് വരുന്നതെങ്കിൽ അപ്പം തന്നെ നമ്മളെ കരം നീട്ടി വിളിച്ചുകൊണ്ട് നമുക്ക് പാപമോചനം തന്ന് സമാധാനം തന്ന് ആ പാദപീഠത്തിൽ നല്ലൊരു ശുശ്രൂഷയ്ക്കായി കർത്താവ് നമ്മളെ ഒരുക്കുമെങ്കിൽ ഇനി എന്തിനാ താമസിക്കുന്നത്? വിളിച്ചപേക്ഷിച്ച് രക്ഷ പ്രാപിക്കുക. ഒന്ന് വിളിക്കുന്ന മനസ്സ് നമുക്കുണ്ടായിരിക്കട്ടെ. ആമേ സ്തോത്രം. നമ്മൾ ലോകത്തിൽ ഒത്തിരി ആശ്രയം വെച്ചു. ലോകക്കാരുടെ മുമ്പിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഒരു വിടുതലിന് വേണ്ടി നമ്മൾ ഒരുപാട് പേരെ കണ്ടു, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, പലതിനെ നമ്മൾ ആശ്രയിച്ചു. രക്ഷപ്പെട്ടില്ലല്ലോ. രക്ഷിക്കാൻ ആകാശത്തിന് കീഴെ ഭൂമിക്കുമിതേ ഒരേ ഒരു നാമമുള്ളൂ. യേശുവിൻ്റെ നാമത്തിലൊന്ന് മുഴങ്കാൽ മടക്കി നമ്മൾ വിഷയം വെച്ചൊന്ന് പ്രാർത്ഥിച്ചാൽ, നമ്മുടെ മനസ്സിലെ പകയും പിണക്കവും വിദ്വേഷവും എല്ലാം നിറക്കി വെച്ചിട്ട് പ്രാർത്ഥിച്ചാൽ, അറിഞ്ഞോ അറിയാതെ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളെല്ലാം ദൈവസ്ഥലം ഇറക്കി വെച്ചിട്ട് കർത്താവിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ, ദൈവമക്കളെ, നമ്മുടെ പ്രാർത്ഥന കേട്ട് ദൈവം സ്വർഗം തുറന്ന് നമുക്ക് വേണ്ടി ഉത്തരം തരുന്ന ദൈവം, ജീവിക്കുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഒന്ന് പ്രാർത്ഥിക്കാൻ ഇടയാകട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.
യഹോവ തൻ്റെ ജനത്തിന് ശക്തി നൽകും. യഹോവ തൻ്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം കർത്താവേ, കരുണാസമ്പന്ന എൻ്റെ സ്വർഗീയ നല്ല ദൈവമേ, ഏറ്റവും അധികം മനസ്സ് തളർന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മുൻപോട്ട് പോകാൻ ഒരു മാർഗമില്ലാതെ കർത്താവെ മരണത്തിനു വേണ്ടി കാത്തിരിക്കുന്നവർ, മരിച്ചാൽ മതിയായിരുന്നെന്ന് ആഗ്രഹിക്കുന്നവർ, സഹായിക്കാൻ ആരുമില്ലാതെ ആശ്രയം വെച്ച പലയിടത്തു നിന്നും ത്യജിക്കപ്പെട്ടവരായി ഇറങ്ങിപ്പോന്നവർ, മുൻപോട്ട് പോകാൻ ഒരു നിർവാഹമില്ലാതെ കർത്താവെ പ്രാർത്ഥനയിലിരിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വഴിയും സത്യവും ജീവനുമാകുന്ന യേശുവേ, ദാവീദ് പുത്ര, നിന്റെ മക്കളുടെ പ്രാർത്ഥനാ വിഷയത്തെ ഇപ്പോൾ തന്നെ ഒന്ന് സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്തിനെ ചൊല്ലിയാ കർത്താവെ നിന്റെ മക്കളെ വേദനിക്കുന്നേ? ആ വിഷയത്തിന്മേൽ കർത്താവ് അത്ഭുതം ചെയ്യണമേ. എൻ്റെ കർത്താവെ, ദൈവസന്നിധി മുഴങ്കാൽ മടക്കി വിഷയങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് സമാധാനം കൊടുത്ത് ദൈവം അനുഗ്രഹിക്കണേ. ശക്തി നൽകണമേ. സമാധാനം കൊടുത്ത് അനുഗ്രഹിക്കണമേ. വാക്ക് പറഞ്ഞവൻ കൂടെയുള്ളത് ഓർത്ത് സ്തോത്രം. ഹല്ലേലൂയ. ആർക്കും വേണ്ടാത്തവരെ മാടി വിളിക്കുന്ന പൊന്നു തമ്പുരാനെ, ഒന്നിനും കഴിവില്ലാത്തവരെ കർത്താവെ ചേർത്ത് നിർത്തുന്ന പൊന്നു തമ്പുരാനെ, യേശുവിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടതിന് കർത്താവ് ദാനമായി കൊടുക്കുന്ന നന്മകൾ എത്രയോ വലുതാണെന്ന് നിന്റെ മക്കൾ അനുഭവിച്ചെന്ന് സാക്ഷ്യം പറയുവാൻ ദൈവമായ കർത്താവ് സഹായിക്കണമേ. ഈ കണ്ണിലെ കണ്ണുനീര് കർത്താവെ നീ തുടയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ഈ മനസ്സിൻ്റെ വേദന കർത്താവെ അങ്ങ് ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ മക്കളുടെ കുടുംബത്തിലെ എല്ലാ പ്രശ്നവും ഒന്ന് മാറ്റിക്കൊടുക്കണേ. നാളുകളായിട്ട് സമാധാനമില്ലാത്ത ഈ വീടിന് കർത്താവെ സമാധാനത്തിൻ്റെ പ്രഭു കൂടെ ഇരുന്നു കൊണ്ട് അത്ഭുതകരമായി സമാധാനം കൊടുത്ത് എല്ലാവർക്കിടയിലുള്ള പിണക്കങ്ങളും പകയും വിദ്വേഷവും മാറ്റി എല്ലാവരെയും ഒന്നിച്ച് അനുഗ്രഹിക്കണമേ. കർത്താവെ, ഈ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ രോഗാവസ്ഥയിലിരിക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. രോഗികൾക്ക് സൗഖ്യം കൊടുക്കുന്ന യേശുവിൻ്റെ അത്ഭുതമേറിയ സ്പർശനം ഇപ്പോൾ തന്നെ നിന്റെ മക്കൾ അനുഭവിക്കാൻ ഇടയാക്കണമേ. യേശുവേ, ദാവീദ് പുത്ര, നീ കൃപ ചെയ്യണമേ. രോഗികൾക്ക് വൈദ്യനായ നല്ല ദൈവമേ, നിന്റെ മക്കൾക്ക് ആശ്വാസം കൊടുക്കണേ. അത്ഭുതമേറിയ സാക്ഷിക്ക് കർത്താവ് ഒരുക്കണമേ. 2024 ഏറ്റവും വലിയൊരു സാക്ഷിയെ തീരുവാൻ കർത്താവെ വിശ്വാസത്തോടെ പ്രാർത്ഥന ഏറ്റെടുത്ത മക്കളെ ദൈവം അനുഗ്രഹിക്കണേ. ഏത് വിഷയമാണെങ്കിലും ആ വിഷയത്തിന്മേൽ ദൈവം പ്രവർത്തിക്കണേ. അപ്പാ, യേശുവിൻ്റെ വലിയ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമേൻ. യേശുവേ സ്തോത്രം.